അർത്ഥമുണ്ടല്ലോ അത് നിങ്ങൾ ഖുർആനിനെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചതാണ് എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി എനിക്ക് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. ഈ വലിയൊരു സദസ്സിന് മുമ്പിൽ ഖുർആൻ ഓതി ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തതാണ് എന്ന് എനിക്ക് നിങ്ങളോട് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. എന്തുകൊണ്ട് രണ്ട് കാര്യം ഞാൻ പറയുന്നു. ഇൻ തദുഉഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ എന്നാണല്ലോ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്ന് പറയും സാധാരണ മുജാഹിദുകൾ. എന്തർത്ഥം വെച്ചാൽ ഈ നിങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? ഇൻ തദുഉഹും, അവരെ ഈ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് മക്കയിലേക്കാണല്ലോ. അപ്പൊ ഇൻ തദുഉഹും, നിങ്ങൾ, ഈ നിങ്ങൾ ആരാണ് നിങ്ങൾ? ഒന്ന്. രണ്ടാമത്തത് ഇൻ തദുഉഹും, അവരെ നിങ്ങൾ വിളിച്ചാൽ ഈ അവര് ഏതാണ്? ഇത് രണ്ടും മനസ്സിലാക്കണ്ടേ? നമ്മുടെ മുജാഹിദുകൾ സംസ്ഥാന ആഫീസിൽ നിന്നൊരു ചീട്ട് കൊടുക്കും സാധാരണഗതിയിൽ. അത് സാധുക്കളായ മുജാഹിദ് പ്രവർത്തകന്മാർ അപ്പടി അങ്ങ് വിഴുങ്ങും. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. നേരത്തെ റഷീദ് സഖാഫി പറഞ്ഞതുപോലെ സാധാരണ മുജാഹിദുകളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. മുജാഹിദ് മൗലവിമാരുടെ കെണിയിൽ പെട്ടുപോയതാണ്. അള്ളാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. സഹോദരന്മാരെ, എന്താണ് ഇൻ തദുഉഹും എന്ന് പറഞ്ഞാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസിയെ കുറിച്ചല്ല പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കാത്ത അവിശ്വാസിയായ മനുഷ്യൻ അവർ ചെയ്തിരുന്ന ഒരു പ്രവർത്തനത്തെ കുറിച്ചാണ് ഖുർആനി പറയുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ അവർ നിരവധി ദൈവങ്ങളെ വിളിച്ചിരുന്നു. ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും വിളിച്ചിരുന്നു. അവരെ കുറിച്ചാണ് ഖുർആനി പറയുന്നത്. ഇൻ തദുഉഹും, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കാത്ത കക്ഷികൾ നടത്തുന്ന പ്രാർത്ഥന, അർത്ഥന, ചോദ്യം, തേട്ടം. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഇനി മക്കയിലെ മുസ്ലിംക്ക് മാത്രമേ ആയത്ത് ബാധകമാകുമെന്ന് പറഞ്ഞൊന്നും കരുതണ്ട. ആ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കാത്ത ആളുകൾ, അത് മക്കയിലാണെങ്കിലും മദീനയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും അമേരിക്കയിലും ഒക്കെ കണക്കന്നെ, അവരെ കുറിച്ചാണ് ഖുർആൻ ഈ പറയുന്നത്. അതിന്റെ തൊട്ട് മുമ്പുള്ള പദം ഓതിയാൽ ഈ ആശയം നമുക്ക് വ്യക്തമാകും. ഖുർആൻ പറയുന്നത് എന്താ? വല്ലദീന തദഉന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. വളരെ വ്യക്തമാണിത്. എന്നിട്ടാ ഖുർആൻ പറയുന്നത് ഇൻ തദഉഹും, നിങ്ങൾ, ഹും അവരെ തേടിയാൽ. അപ്പൊ നിങ്ങൾ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, അതായത് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കുന്ന സത്യവിശ്വാസികളെ കുറിച്ചല്ല ഈ പറയുന്നത്. പിന്നെയോ വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നും വിശ്വസിക്കാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന മഹിതമായ ആശയത്തിൽ വിശ്വസിക്കാത്ത അവിശ്വാസികൾ നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. അവർ ലാത്തയെയും ഉസ്സയെയും അല്ല മറ്റു വിഗ്രഹങ്ങളെയും മറ്റു ദൈവങ്ങളെയും ഒക്കെ അവർ വിളിക്കുന്നു. ആ വിളിയുണ്ടല്ലോ, ഖുർആൻ പറഞ്ഞു ലാ യസ്മഉ ദുആക്കും, അവരുടെ വിളി നിങ്ങൾ കേൾക്കില്ല, നിങ്ങളുടെ വിളി അവർ കേൾക്കൂല. ഇത് ഞാൻ എന്റെ വക പറഞ്ഞതല്ല. ഇത് ഖുർആൻ, ലോകപ്രശസ്ത ഖുർആൻ വ്യാഖ്യാതാവ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ജരീർ ത്വബരി, ഹിജ്റ 310 വഫാത്തായ മഹാത്മാവ്, 1150 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഈ മുജാഹിദ് പ്രസ്ഥാനം സുന്നി സമസ്തയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള ഗ്രന്ഥമാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാൻ പറഞ്ഞു ഇൻ തദഉഹും ലാ യസ്മഉ ദുആക്കും വലൗ സമിഉ മസ്തജാബു ലക്കും യഖൂലു തആല ദിക്റു. അല്ലാഹു തആല പറയുന്നു ഇൻ തദഉ അയ്യുഹന്നാസ് ഹൗലാഇൽ ആലിഹത്തല്ലതി തഅബുദൂനഹാ മിൻ ദൂനില്ലാഹ്. നോക്കൂ നിങ്ങൾ, എത്ര വ്യക്തമാണ്. അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന, ആരാധിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, ആ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചാൽ ലാ യസ്മഉ ദുആക്കും, ആ വിളി ആ ദൈവങ്ങൾ കേൾക്കൂല. നോക്കൂ നിങ്ങൾ, എത്ര വ്യക്തമാണിത്. അപ്പൊ അല്ലാഹുവിനെയും വിട്ട് മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരുപാട് അവിശ്വാസികൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകളുടെ സ്വഭാവം അതല്ലേ? അല്ലാഹുവിനെ ആരാധിച്ചിരുന്നായിരുന്നു അവർ? അല്ല, അല്ലാഹുവിനെയും വിട്ട് മറ്റ് ദൈവങ്ങളെ ആരാധിച്ചവരുണ്ടായിരുന്നു. ആ ദൈവങ്ങളെ നിങ്ങൾ വിളിച്ചാൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കൂല.
എന്നിട്ട് ഇമാം ഇബ്നു ജരീർ ത്വബരി പറയാ അന്നഹാ ജമാദുൻ, അവകളൊക്കെ അചേതന വസ്തുക്കളല്ലേ, ജമാദാത്തുകളല്ലേ. ലാ തഫ്ഹമു അൻകും മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് ഈ ബിംബങ്ങൾക്ക്, വിഗ്രഹങ്ങൾക്ക്, കല്ലുകൾക്ക്, മരങ്ങൾക്ക് എങ്ങനെ കേൾക്കാൻ കഴിയും? അത് കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവകൾ ഗ്രഹിക്കുകയില്ല, കേൾക്കുകയില്ല, ഉത്തരം ചെയ്യാൻ കഴിയില്ല. നോക്ക് നിങ്ങൾ, ഇതിലിപ്പോ മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്നതിനെതിരാണിത്. ഏതായത്തിൽ അത് ഏത് തഫ്സീറിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? എന്തിനാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്നത്? അപ്പൊ ഞാൻ പറയുന്നത്, അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ആരാധിക്കുന്ന ആളുകളെ കുറിച്ചാണ് ആ ഖുർആനിൽ ഈ വചനത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഇനി തഫ്സീർ ഇബ്നു കസീർ നോക്കൂ നിങ്ങൾ, എല്ലാവർക്കും സ്വീകാര്യനാണ്, മുജാഹിദുകൾക്ക് പ്രത്യേകം സ്വീകാര്യനാണ്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. അതിന്റെ തഫ്സീർ ഇബ്നു കസീറിന്റെ 3-ാമത്തെ വാല്യം 559-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞത് എന്താ? യഅനി, അവരെ വിളിച്ചാൽ തന്നെ ആരെ? യഅനി അൽ ആലിഹത്തല്ലതി തദ്ഉനഹാ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെയും വിട്ട് നിങ്ങൾ മുശ്രിക്കുകൾ ആരാധിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, ആ ദൈവങ്ങളെ വിളിച്ചാൽ ലാ തസ്മഉ ദുആഅക്കും, നിങ്ങളുടെ വിളിക്ക് അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല.